പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ biyindia.com/malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് ദിവസം 165. ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ 1 രാജാക്കന്മാർ അധ്യായങ്ങൾ 15ഉം 16ഉം, 2 ദിനവൃത്താന്തം അധ്യായങ്ങൾ 16ഉം 17ഉം, ഉത്തമഗീതം അധ്യായം 4. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. വചനം വായിച്ചു തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 രാജാക്കന്മാർ അധ്യായം 15. അബിയാം. നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം രാജാവിൻ്റെ 18-ാം വർഷം അബിയാം യൂദായിൽ രാജാവായി. അവൻ ജെറുസലേമിൽ 3 വർഷം ഭരിച്ചു. അബ്സലോമിൻ്റെ പുത്രിയായ അവൻ്റെ അമ്മയുടെ പേര് മാക്ക എന്നായിരുന്നു. തനിക്ക് മുമ്പ് തൻ്റെ പിതാവ് ചെയ്ത എല്ലാ പാപങ്ങളിലും അവൻ ചരിച്ചു. തൻ്റെ കർത്താവായ ദൈവവുമായി തൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയം സമാധാനത്തിലായിരുന്നതുപോലെ അവൻ്റെ ഹൃദയമായിരുന്നില്ല. എങ്കിലും അവന് ശേഷം അവൻ്റെ പുത്രനെ ഉയർത്താനും ജെറുസലേം നിലനിർത്താനുമായി ദാവീദിനെ പ്രതി ദൈവമായ കർത്താവ് ജെറുസലേമിൽ അവനൊരു ദീപം നൽകി. ഹിത്യനായ ഊറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് ദാവീദിനോട് കൽപ്പിച്ചത് ഒന്നിലും നിന്ന് മാറാതെ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ ശരിയായത് പ്രവർത്തിച്ചു. റഹോബോവാമിൻ്റെയും ജെറോബോവാമിൻ്റെയും ജീവിതകാലം മുഴുവൻ അവർ തമ്മിൽ യുദ്ധത്തിലായിരുന്നു. അബിയാമിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവയോരോന്നും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? അബിയാമും ജെറോബോവാമും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. അബിയാം തൻ്റെ പിതാക്കന്മാരോടുകൂടെ ശയിച്ചു. അവർ അവനെ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു. അവൻ്റെ സ്ഥാനത്ത് അവൻ്റെ പുത്രൻ ആസ രാജാവായി. ആസ ഇസ്രായേൽ രാജാവായിരുന്ന ജെറോബോവാമിൻ്റെ 20-ാം വർഷം ആസ രാജാവ് യൂദായിൽ ഭരണം ആരംഭിച്ചു. അവൻ ജെറുസലേമിൽ 41 വർഷം ഭരിച്ചു. അബ്സലോമിൻ്റെ പുത്രിയായ അവൻ്റെ അമ്മയുടെ പേര് മാക്ക എന്നായിരുന്നു. തൻ്റെ പിതാവായ ദാവീദിനെ പോലെ ആസ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. നാട്ടിൽ നിന്ന് അവൻ പുരുഷവേശ്യകളെ പുറത്താക്കുകയും തൻ്റെ പിതാക്കന്മാരുണ്ടാക്കിയ വിഗ്രഹങ്ങളെല്ലാം നീക്കുകയും ചെയ്തു. കൂടാതെ അവൻ്റെ അമ്മ മാക്ക അഷേരായുടെ മ്ലേച്ഛവസ്തു നിർമ്മിച്ചതിനാൽ അവൻ അവളെ രാജ്ഞീ പദത്തിൽ നിന്ന് നീക്കി. ആസ മ്ലേച്ഛവസ്തു വെട്ടിവീഴ്ത്തി കിദ്രോൺ അരുവിക്കരികെ വെച്ച് കത്തിച്ചു കളഞ്ഞു. എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. എങ്കിലും ആസായുടെ ഹൃദയം തൻ്റെ കാലമൊക്കെയും കർത്താവിനോട് സമാധാനത്തിലായിരുന്നു. അവൻ തൻ്റെ പിതാവിൻ്റെ സമർപ്പണ വസ്തുക്കളും തൻ്റെ സമർപ്പണ വസ്തുക്കളും, അതായത് വെള്ളിയും സ്വർണവും പാത്രങ്ങളും, കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ആസായുടെയും ഇസ്രായേൽ രാജാവായ ബാഷായുടെയും കാലമൊക്കെയും അവർ തമ്മിൽ യുദ്ധത്തിലായിരുന്നു. ഇസ്രായേൽ രാജാവായിരുന്ന ബാഷ യൂദായ്ക്കെതിരെ യുദ്ധത്തിന് പോയി. യൂദാ രാജാവായിരുന്ന ആസായുടെ അടുത്തേക്ക് ആരും വരാതെയും പോകാതെയും ഇരിക്കേണ്ടതിന് അവൻ റാമ പണിതുയർത്തി. കർത്താവിൻ്റെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും സ്വർണവും രാജകൊട്ടാരത്തിലെ ഭണ്ഡാരവും എടുത്ത് ആസ തൻ്റെ ദാസന്മാരുടെ കയ്യിൽ കൊടുത്തു. ദമാസ്കസിൽ വസിച്ചിരുന്ന ആരാമിലെ രാജാവായിരുന്ന ഹസിയോനിൻ്റെ പുത്രൻ തബ്രിമോനിൻ്റെ പുത്രൻ ബെൻ ഹദാദിനോട് ഇപ്രകാരം പറയേണ്ടതിന് ആസ രാജാവ് അവരെ അയച്ചു. എനിക്കും നിനക്കുമിടയിലും എൻ്റെ പിതാവിനും നിൻ്റെ പിതാവിനുമിടയിലും ഒരു ഉടമ്പടിയുണ്ട്. ഇതാ, ഞാൻ നിനക്ക് വെള്ളിയും സ്വർണവും സമ്മാനമയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എൻ്റെ അടുക്കൽ നിന്ന് പിന്മാറേണ്ടതിന് നീ ചെന്ന് അവനുമായുള്ള നിന്റെ ഉടമ്പടി വിച്ഛേദിക്കുക. ആസ രാജാവിനെ ബെൻഹദാദ് ശ്രവിക്കുകയും തനിക്കുള്ള സൈന്യമേധാവികളെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയക്കുകയും ചെയ്തു. അവൻ ഇയോൻ, ദാൻ, ആബൽ, ബത്മാക്ക എന്നിവയും എല്ലാ നഫ്താലി പ്രദേശത്തോടുമൊപ്പം കിന്നറത്ത് മുഴുവനും നശിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ബാഷ റാമ പണിയുന്നത് നിർത്തി തിർസായിൽ താമസിച്ചു. ആസ രാജാവ് ആരെയും ഒഴിവാക്കാതെ യൂദാ മുഴുവനിലും ഇത് വിളംബരം ചെയ്തപ്പോൾ അവർ ബാഷ പണിത റാമായുടെ കല്ലുകളും അതിൻ്റെ മരങ്ങളും എടുത്തുകൊണ്ടുപോയി. ആസ രാജാവ് അവ കൊണ്ട് ബെഞ്ചമിൻ ഗേബയും മിസ്പായും പണിതു. ആസായുടെ പ്രവൃത്തികളുടെ എല്ലാം ശിഷ്ടഭാഗവും
അവൻ്റെ ശക്തി വൈഭവം, അവൻ ചെയ്തതെല്ലാം, അവൻ പണിയിച്ച നഗരങ്ങൾ എന്നിവയെക്കുറിച്ചും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? പക്ഷേ അവൻ്റെ വാർദ്ധക്യത്തിൽ അവൻ്റെ പാദങ്ങളെ രോഗം ബാധിച്ചു. ആസാ തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിക്കപ്പെട്ടു. മകൻ യഹോഷാഫാത്ത് അവൻ്റെ സ്ഥാനത്ത് രാജാവായി. ഇസ്രായേൽ രാജാക്കന്മാർ. നാദാബ്. യൂദാ രാജാവായിരുന്ന ആസായുടെ 2-ാം വർഷം ജെറോബോവാമിൻ്റെ മകൻ നാദാബ് ഇസ്രായേലിൽ രാജാവായി. അവൻ 2 വർഷം ഇസ്രായേലിൻ്റെ മേൽ ഭരണം നടത്തി. അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. തൻ്റെ പിതാവിൻ്റെ മാർഗത്തിലും ഇസ്രായേലിനെ വഴിതെറ്റിച്ച അയാളുടെ പാപത്തിലും അവൻ ചരിച്ചു. നാദാബും ഇസ്രായേൽ മുഴുവനും ഗിബത്തോണിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ടിരുന്നപ്പോൾ ഇസാക്കർ ഭവനത്തിലെ അഹിയായുടെ പുത്രനായ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി. ഫിലിസ്തീയരുടെ ഗിബത്തോണിൽ വെച്ച് ബാഷ അവനെ വധിച്ചു. അങ്ങനെ യൂദാ രാജാവായ ആസായുടെ 3-ാം വർഷം ബാഷ അവനെ വധിക്കുകയും അവൻ്റെ സ്ഥാനത്ത് രാജാവാവുകയും ചെയ്തു. രാജാവായതോടെ ജെറോബോവാമിനായി ഒരു ജീവനെയും ശേഷിപ്പിക്കാതെ ജെറോബോവാമിൻ്റെ ഭവനം മുഴുവനെയും ഉന്മൂലനം ചെയ്യുന്നതുവരെ അവനതിനെ പ്രഹരിച്ചു. ഇത് തൻ്റെ ദാസൻ ശീലോൻകാരൻ അഹിയ വഴി കർത്താവ് അരുളി ചെയ്ത വാക്കനുസരിച്ചായിരുന്നു. ജെറോബോവാം ചെയ്തതും ഇസ്രായേലിനെ വഴിതെറ്റിച്ചതുമായ പാപത്തെ പ്രതിയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ച അവൻ്റെ പ്രകോപനം മൂലവുമായിരുന്നു ഇത്. നാദാബിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവയോരോന്നും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ അവരുടെ കാലമൊക്കെയും യുദ്ധമുണ്ടായിരുന്നു. ബാഷ. യൂദാ രാജാവായിരുന്ന ആസായുടെ 3-ാം വർഷം ഇസ്രായേൽ മുഴുവൻ്റെയും മേൽ രാജാവായ അഹിയായുടെ മകൻ ബാഷ 24 വർഷം തീർസായിൽ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിക്കുകയും ജെറോബോവാമിൻ്റെ മാർഗത്തിലും ഇസ്രായേലിനെ വഴിതെറ്റിച്ച അയാളുടെ പാപത്തിലും ചരിക്കുകയും ചെയ്തു. 1 രാജാക്കന്മാർ അധ്യായം 16. ഹനാനിയുടെ മകൻ യേഹുവിന് ബാഷായിക്കെതിരെ കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി: ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ നേതാവാക്കി. എന്നാൽ നീ ജെറോബോവാമിൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപം കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കാനായി അവരെ വഴിതെറ്റിക്കുകയും ചെയ്തു. ഇതാ, ഞാൻ ബാഷായുടെ ഒപ്പമുള്ളവരെയും അവൻ്റെ ഭവനത്തോടൊപ്പമുള്ളവരെയും അഗ്നിക്കിരയാക്കും. ഞാൻ നിന്റെ ഭവനത്തെ നെബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ ഭവനത്തെപ്പോലെയാക്കും. നഗരത്തിൽ വെച്ച് മരിക്കുന്ന ബാഷായുടെ ബന്ധുവിനെ നായ്ക്കൾ ഭക്ഷിക്കും. വയലിൽ വെച്ച് മരിക്കുന്ന അവൻ്റെ ബന്ധുവിനെ ആകാശത്തിലെ പറവകളും ഭക്ഷിക്കും. ബാഷായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതും അവൻ്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ബാഷായും തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. അവൻ തിർസായിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ സ്ഥാനത്ത് മകൻ ഏല രാജാവായി. ജെറോബോവാമിൻ്റെ കുടുംബത്തെപ്പോലെ തൻ്റെ പ്രവൃത്തികൾ മൂലം കർത്താവിനെ പ്രകോപിപ്പിക്കുന്നതിന് അവിടുത്തെ ദൃഷ്ടികളിൽ ബാഷാ ചെയ്ത എല്ലാ തിന്മകളെ പ്രതിയും അവൻ നാദാബിനെ വധിച്ചതിനെ പ്രതിയും അവനും അവൻ്റെ കുടുംബത്തിനും നേർക്ക് ഹനാനിയുടെ പുത്രൻ യേഹു പ്രവാചകനിലൂടെ കർത്താവിൻ്റെ വചനം ഉണ്ടായിരുന്നു. ഏല. യൂദാ രാജാവായിരുന്ന ആസായുടെ 26-ാം വർഷം ബാഷായുടെ മകൻ ഏല ഇസ്രായേലിൻ്റെ മേൽ തിർസായിൽ രാജാവായി. 2 വർഷം തുടർന്നു. എന്നാൽ അവൻ്റെ തേർപ്പടയുടെ അർദ്ധവിഭാഗത്തിന് അധിപനായിരുന്ന സിമ്രി അവനെതിരെ ഗൂഢാലോചന നടത്തി. അവൻ തിർസായിൽ തിർസാ കൊട്ടാരത്തിന് മേലാളായിരുന്ന അർസായുടെ വീട്ടിൽ കുടിച്ചുന്മത്തനായിരുന്നപ്പോൾ സിമ്രി അകത്ത് കടന്ന് അവനെ വധിച്ചു. അവൻ്റെ സ്ഥാനത്ത് അയാൾ രാജാവായി. യൂദാ രാജാവായ ആസായുടെ 27-ാം ഭരണവർഷത്തിലായിരുന്നു അത്. രാജാവായി തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതോടെ ബാഷാഭവനത്തെ മുഴുവൻ അവൻ കൊന്നുകളഞ്ഞു. അതിൻ്റെ സ്നേഹിതനും വീണ്ടെടുപ്പുകാരനുമായി ഒരു പുരുഷനെയും അവൻ അതിനെ അവശേഷിപ്പിച്ചില്ല. യേഹു പ്രവാചകൻ വഴി ബാഷായോട് കർത്താവ് അരുളി ചെയ്തിരുന്ന അവിടുത്തെ വാക്കനുസരിച്ച് ബാഷാഭവനത്തെ മുഴുവൻ സിമ്രി ഇല്ലാതാക്കി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുന്നതിന് തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് അവർ ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് അവർ ചെയ്യിച്ചതുമായ ബാഷായുടെ എല്ലാ പാപങ്ങളെ പ്രതിയും അവൻ്റെ പുത്രൻ ഏലായുടെ പാപങ്ങളെ പ്രതിയുമാണിത്. ഏലായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവയോരോന്നും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? സിമ്രി. യൂദാ രാജാവ് ആസായുടെ 27-ാം വർഷം തിർസായിൽ സിമ്രി 7 ദിവസം ഭരിച്ചു.
ജനം ഫിലിസ്ത്യരുടെ ഗിബത്തോണിനെതിരെ പാളയമടിച്ചിരിക്കുകയായിരുന്നു. സിമ്രി ഗൂഢാലോചന നടത്തി രാജാവിനെ വധിച്ചു എന്ന് പാളയമടിച്ചിരുന്ന സൈന്യം കേട്ടു. ആ ദിവസം തന്നെ ഇസ്രായേൽക്കാരെല്ലാവരും സേനാനായകനായ ഓമ്രിയെ പാളയത്തിൽ വെച്ച് ഇസ്രായേലിൻ്റെ മേൽ രാജാവാക്കി. ഓമ്രിയും അവനോടൊപ്പം ഇസ്രായേൽ മുഴുവനും ഗിബത്തോണിൽ നിന്ന് കയറിച്ചെന്ന് തിർസ വളഞ്ഞു. പട്ടണം പിടിക്കപ്പെട്ടെന്ന് സിമ്രി കണ്ടപ്പോൾ അവൻ രാജകൊട്ടാരത്തിൻ്റെ ഉള്ളറയിൽ കടന്ന് തനിക്ക് മീതെ രാജകൊട്ടാരത്തിന് തീ കൊളുത്തി. അങ്ങനെ അവൻ മരിച്ചു. ജെറോബോവാമിൻ്റെ മാർഗത്തിലും ഇസ്രായേലിനെ വഴിതെറ്റിക്കുന്നതിനായി അയാൾ ചെയ്ത അയാളുടെ പാപങ്ങളിലും നടന്നുകൊണ്ട് കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മയാകും വിധം അവൻ ചെയ്ത അവൻ്റെ പാപങ്ങളെ പ്രതിയായിരുന്നു അത്. സിമ്രിയുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ നടത്തിയ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ഓമ്രി. അക്കാലത്ത് ഇസ്രായേൽ ജനം പകുതി വീതം തിരിഞ്ഞു. ജനത്തിൻ്റെ ഒരു പകുതി ഗിനാത്തിൻ്റെ മകൻ തിബ്നിയെ രാജാവാക്കാൻ അവൻ്റെ പിന്നാലെയും മറ്റേ പകുതി ഓമ്രിയുടെ പിന്നാലെയും. ഓമ്രിയുടെ അനുയായികളായിരുന്ന ജനം ഗിനാത്തിൻ്റെ മകൻ തിബ്നിയുടെ അനുയായികളായിരുന്ന ജനത്തെക്കാൾ ശക്തരായിരുന്നു. തിബ്നി മരിക്കുകയും ഓമ്രി രാജാവാവുകയും ചെയ്തു. യൂദാ രാജാവായ ആസായുടെ 31 വർഷം ഓമ്രി ഇസ്രായേലിൻ്റെ മേൽ രാജാവായി. അവൻ 12 വർഷം ഭരിച്ചു. തിർസായിലായിരുന്നു അവൻ 6 വർഷം ഭരിച്ചത്. അവൻ ഷെമേറിൽ നിന്ന് 2 താലന്ത് വെള്ളിക്ക് സമറിയ മല വാങ്ങി. അവൻ ആ മല രൂപപ്പെടുത്തി താൻ നിർമ്മിച്ച പട്ടണത്തിൻ്റെ പേര് മലയുടെ ഉടമയായ ഷെമേറിൻ്റെ പേരിനോട് ചേർത്ത് സമറിയ എന്ന് വിളിച്ചു. ഓമ്രി കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെയും കാൾ അവൻ ദുഷ്ടനായിരുന്നു. തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുന്നതിന് ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ എല്ലാ മാർഗങ്ങളിലും അവൻ്റെ പാപങ്ങളിലും അവൻ ചരിച്ചു. ഓമ്രി ചെയ്ത പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ പ്രകടിപ്പിച്ച ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ഓമ്രി പിതാക്കന്മാരോടൊത്തു ശയിച്ചു. അവൻ സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ സ്ഥാനത്ത് മകൻ ആഹാബ് രാജാവായി. ആഹാബ് യൂദാ രാജാവായ ആസായുടെ 38 വർഷം ഓമ്രിയുടെ മകൻ ആഹാബ് ഇസ്രായേലിൻ്റെ മേൽ രാജാവായി. ഓമ്രിയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേലിൻ്റെ മേൽ 22 വർഷം ഭരണം നടത്തി. തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെയും കാൾ ഓമ്രിയുടെ മകൻ ആഹാബ് കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ വ്യാപരിക്കുന്നത് പോരാഞ്ഞിട്ട് അവൻ സീദോൻ രാജാവായ യത്ബാലിൻ്റെ മകൾ ജസബലിനെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ പോയി ബാലിനെ സേവിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്തു. സമരിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിനവൻ ഒരു ബലിപീഠം സ്ഥാപിച്ചു. ആഹാബ് അഷേരായെ ഉണ്ടാക്കി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കാൻ തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെയും കാൾ കൂടുതലായി അവൻ പ്രവർത്തിച്ചു. ബഥേലുകാരനായ ഹിയേൽ അവൻ്റെ കാലത്ത് ജെറീക്കോ പണിയിച്ചു. നൂനിൻ്റെ മകൻ ജോഷുവ വഴി കർത്താവ് അരുളി ചെയ്തിരുന്ന വചനം പോലെ ആദ്യജാതൻ അബിറാമിനെ കൊണ്ട് അവൻ അതിന് അടിസ്ഥാനമിട്ടു. ഇളയവനായ സെഹൂമിനെ കൊണ്ട് അവൻ അതിൻ്റെ വാതിൽ നാട്ടി. 2 ദിനവൃത്താന്തം അധ്യായം 16. ആസായുടെ ഭരണത്തിൻ്റെ 36 വർഷം ഇസ്രായേൽ രാജാവായ ബാഷ യൂദായ്ക്കെതിരെ കയറി വന്നു. യൂദാ രാജാവായ ആസായുടെ അടുത്തേക്ക് പോകുന്നതും വരുന്നതും നടക്കാതിരിക്കേണ്ടതിന് അവൻ റാമ നിർമ്മിച്ചു. ആസ കർത്താവിൻ്റെ ആലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും സ്വർണവും പുറത്തെടുത്ത് ദമാസ്കസിൽ വസിച്ചിരുന്ന ആരാം രാജാവായ ബൻഹദാദിന് കൊടുത്തയച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പിതാവും നിന്റെ പിതാവും തമ്മിലെന്ന പോലെ എനിക്കും നിനക്കുമിടയിൽ ഒരു ഉടമ്പടി ഉണ്ടാകട്ടെ. ഞാനിതാ നിനക്കായി വെള്ളിയും സ്വർണവും അയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എൻ്റെ പക്കൽ നിന്ന് കയറിപ്പോകാൻ ഇടയാകും വിധം നീ പോയി അവനുമായുള്ള നിന്റെ ഉടമ്പടി അവസാനിപ്പിക്കുക. ബൻഹദാദ് ആസാ രാജാവിനെ ശ്രവിച്ചു. അവൻ തൻ്റെ സേനാധിപന്മാരെ ഇസ്രായേൽ പട്ടണങ്ങളിലേക്ക് അയച്ചു. അവർ ഇയോൻ, ദാൻ, ആബേൽമയീം എന്നിവയും നഫ്താലിയിലെ എല്ലാ സംഭരണ നഗരങ്ങളും തകർത്തു. ഇത് കേട്ടപ്പോൾ റാമ പണിയുന്നതിൽ നിന്ന് ബാഷ പിൻവാങ്ങി. അവൻ അതിൻ്റെ പണി നിർത്തിവെച്ചു. ആസാ രാജാവ് യൂദാ മുഴുവനെയും കൂട്ടിക്കൊണ്ടുവന്നു. ബാഷ പണിതുകൊണ്ടിരുന്ന റാമായുടെ കല്ലുകളും തടികളും അവർ എടുത്തുകൊണ്ടുപോയി. അവ കൊണ്ടവൻ ഗേബയും മിസ്പായും പണിതു. ദീർഘദർശിയായ ഹനാനി അക്കാലത്ത് യൂദാ രാജാവായ ആസായുടെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞു: നീ ആരാം രാജാവിൻ്റെ പക്കൽ അഭയം തേടി, നിന്റെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ അഭയം തേടിയില്ല.
തന്മൂലം ആരാം രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. വളരെയധികം രഥങ്ങളും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യമായിരുന്നില്ലേ എത്യോപ്യക്കാരും ലിബിയക്കാരും. എന്നിട്ടും നീ കർത്താവിൽ അഭയം തേടിയതിനാൽ അവിടുന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. എന്തെന്നാൽ തൻ്റെ നേർക്ക് ഏകാഗ്രചിത്തതയോടെ ആയിരിക്കുന്നവരെ ശക്തിപ്പെടുത്താൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. മേൽപ്പറഞ്ഞത് സംബന്ധിച്ച് നീ ബുദ്ധിശൂന്യമായി പ്രവർത്തിച്ചതിനാൽ ഇപ്പോൾ മുതൽ നിന്നോടൊപ്പം യുദ്ധങ്ങളുണ്ടായിരിക്കും. ദീർഘദർശിയോട് കോപിച്ച് ആസ അവനെ കാരാഗൃഹത്തിലടച്ചു. കാരണം അവൻ ഇതുമൂലം അയാളോട് രോഷാകുലനായിരുന്നു. അക്കാലത്ത് ജനത്തിൽ ചിലരെ ആസ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഇതാ ആസായുടെ ആദ്യാവസാനമുള്ള പ്രവൃത്തികൾ. യൂദായുടെയും ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരുടെയും പുസ്തകത്തിൽ അവ ഇതാ എഴുതപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഭരണത്തിൻ്റെ 39-ാം വർഷം ആസായ്ക്ക് കാലിൽ രോഗബാധയുണ്ടായി. അവൻ്റെ രോഗം മൂർച്ഛിച്ചു. എന്നിട്ടും അവൻ തൻ്റെ രോഗവേളയിൽ വൈദ്യന്മാരെ അല്ലാതെ കർത്താവിനെ അന്വേഷിച്ചില്ല. പിതാക്കന്മാരോടൊപ്പം ആസ ശയിച്ചു. തൻ്റെ ഭരണത്തിൻ്റെ 41-ാം വർഷം അവൻ മരിച്ചു. ദാവീദിൻ്റെ പട്ടണത്തിൽ തനിക്ക് വേണ്ടി അവൻ തയ്യാറാക്കിയിരുന്ന കല്ലറയിൽ അവർ അവനെ സംസ്കരിച്ചു. സുഗന്ധദ്രവ്യങ്ങളും വിദഗ്ധമായി കൂട്ടിയെടുത്ത പലവിധ തൈലങ്ങളും നിറച്ച മഞ്ചത്തിലാണ് അവർ അവനെ കിടത്തിയത്. അവനു വേണ്ടി അവർ അത്യുജ്വലമായ ഒരു അഗ്നികുണ്ഠം ഒരുക്കി. 2 ദിനവൃത്താന്തം അധ്യായം 17. യഹോഷാഫാത്ത്. തുടർന്ന് അവൻ്റെ സ്ഥാനത്ത് അവൻ്റെ പുത്രൻ യഹോഷാഫാത്ത് രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ പ്രബലനായി. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിലെല്ലാം അവൻ പട്ടാളത്തെ വിന്യസിച്ചു. യൂദാദേശത്തും തൻ്റെ പിതാവായ ആസ പിടിച്ചെടുത്ത എഫ്രായിമിൻ്റെ പട്ടണങ്ങളിലും അവൻ സൈനിക പാളയങ്ങൾ സ്ഥാപിച്ചു. അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ആദ്യകാല മാർഗങ്ങളിലൂടെ ചരിക്കുകയും ബാൽ ദേവന്മാരെ അന്വേഷിക്കാതിരിക്കുകയും ചെയ്തതിനാൽ കർത്താവ് യഹോഷാഫാത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനാകട്ടെ തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ തേടുകയും ഇസ്രായേലിൻ്റെ ചെയ്തികൾക്ക് വിപരീതമായി അവിടുത്തെ കൽപ്പനകളിൽ ചരിക്കുകയും ചെയ്തു. കർത്താവ് അവൻ്റെ കയ്യിൽ രാജ്യം സുസ്ഥിരമാക്കി. യൂദാ മുഴുവനും യഹോഷാഫാത്തിന് കാഴ്ചകൾ നൽകി. അങ്ങനെ അവന് ധാരാളം സമ്പത്തും പ്രശസ്തിയും ഉണ്ടായി. കർത്താവിൻ്റെ മാർഗത്തിൽ അവൻ്റെ ഹൃദയം ശുഷ്കാന്തി പുലർത്തി. കൂടാതെ അവൻ യൂദായിൽ നിന്ന് പൂജാഗിരികളും അഷേരാകളും നീക്കം ചെയ്തു. തൻ്റെ ഭരണത്തിൻ്റെ 3-ാം വർഷം അവൻ തൻ്റെ പ്രഭുക്കന്മാരായ പെൻഹായിൽ, ഒബാദിയ, സഖറിയ, നെഥനേൽ, മിഖായ എന്നിവരെ യൂദായുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനായി അയച്ചു. അവരോടൊപ്പം ലേവായരെയും ഷെമായ, നെഥാനിയ, സെബദിയ, അസഹേൽ, ഷെമിറാമൂത്ത്, യഹോനാഥൻ, അദോനിയ, തോബിയ, തോബ് അദോനിയ. ഈ ലേവായരോടൊപ്പം പുരോഹിതന്മാരായ എലിഷാമ, യഹോറാം എന്നിവരെയും. അവരുടെ പക്കൽ കർത്താവിൻ്റെ നിയമഗ്രന്ഥം ഉണ്ടായിരുന്നു. അവർ അത് യൂദായിൽ പഠിപ്പിച്ചു. യൂദായുടെ പട്ടണങ്ങളിലെല്ലാം കറങ്ങി അവർ ജനത്തിൻ്റെ ഇടയിൽ പഠിപ്പിച്ചു. കർത്താവിനെക്കുറിച്ചുള്ള ഭീതി യൂദായ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന ദേശങ്ങളിലെ രാജ്യങ്ങളിലെല്ലാം പരന്നിരുന്നതിനാൽ അവരാരും യഹോഷാഫാത്തുമായി യുദ്ധം ചെയ്തില്ല. ഫിലിസ്ത്യരിൽ ചിലർ യഹോഷാഫാത്തിന് കാഴ്ചയും കപ്പമായി വെള്ളിയും കൊണ്ടുവന്നു. കൂടാതെ അറബികൾ 7700 ആൺചെമ്മരിയാടുകളെയും 7700 ആൺകോലാടുകളെയും അവന് കൊണ്ടുവന്നു. യഹോഷാഫാത്ത് ഉന്നതിയിലേക്ക് വളർന്നുകൊണ്ടേയിരുന്നു. യൂദായിൽ കോട്ടകളും സംഭരണ നഗരങ്ങളും അവൻ നിർമ്മിച്ചു. അവന് യൂദാ നഗരങ്ങളിൽ വൻ ശേഖരമുണ്ടായിരുന്നു. ജെറുസലേമിൽ വീരപരാക്രമികളായ യോദ്ധാക്കളും ഉണ്ടായിരുന്നു. അവരുടെ പിതൃഭവനമനുസരിച്ച് അവരുടെ പേര് വിവര പട്ടിക ഇതാണ്. യൂദായിലെ സഹസ്രാധിപന്മാർ: നായകൻ അതിനായി, അവൻ്റെ കൂടെ 3,00,000 വീരപരാക്രമികൾ. അവനോട് ചേർന്ന് നായകൻ യഹോഹനാൻ, അവൻ്റെ കൂടെ 2,80,000 പേർ. അവനോട് ചേർന്ന് കർത്താവിന് സ്വയം സമർപ്പിച്ച സിക്രിയുടെ പുത്രനായ അമസിയ, അവൻ്റെ കൂടെ 2,00,000 വീരപരാക്രമികൾ. ബെഞ്ചമിനിൽ നിന്ന് വീരപരാക്രമിയായ എലിയാദ, അവൻ്റെ കൂടെ വില്ലും പരിചയം ധരിച്ച 2,00,000 പേർ. അവനോട് ചേർന്ന് യഹോസബാദ്, അവൻ്റെ കൂടെ യുദ്ധസജ്ജരായ 1,80,000 പേർ. യൂദാ മുഴുവനിലുമുള്ള കോട്ടനഗരങ്ങളിൽ രാജാവ് നിയോഗിച്ചിരുന്നവർക്ക് പുറമെ രാജസേവനത്തിനുള്ളവരായിരുന്നു ഇവർ. ഉത്തമഗീതം അധ്യായം 4. മണവാളൻ. എൻ്റെ പ്രിയേ, ഇതാ നീ സുന്ദരിയാണ്. നീ തീർച്ചയായും സുന്ദരി തന്നെ. നിന്റെ മൂടുപടത്തിനുള്ളിൽ പ്രാവുകളാണ് നിന്റെ കണ്ണിണകൾ. ഗിലെയാദ് മലയിൽ നിന്ന് പരന്നു കിടക്കുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ് നിന്റെ കേശം. കുളി കഴിഞ്ഞ് കയറി വരുന്ന രോമം കത്രിച്ച ആട്ടിൻ പറ്റം പോലെയാണ് നിന്റെ ദന്തങ്ങൾ. അവയെല്ലാം ഇരട്ട പിറന്നവയാണ്. അവയിലൊന്നിനും അനപത്യതയില്ല. നിന്റെ അധരങ്ങൾ ചെന്നൂല് പോലെയാണ്.
നിന്റെ വദനം മോഹനമാണ്. നിന്റെ മൂടുപടത്തിന് പിന്നിൽ നിന്റെ കവിൾത്തടം മാതളപ്പഴ പകുതി പോലെയാണ്. നിന്റെ കഴുത്ത് മട്ടുപ്പാവിന് നിർമ്മിതമായ ദാവീദിൻ്റെ ഗോപുരം പോലെയാണ്. പരിചസഹസ്രം അതിന്മേൽ തൂക്കപ്പെട്ടിരിക്കുന്നു, എല്ലാം വീരന്മാരുടെ വട്ടപ്പരിചകൾ. നിന്റെ ഇരുസ്ഥനങ്ങളും 2 മാൻകുട്ടികളെപ്പോലെയാണ്, ലില്ലികൾക്കിടയിൽ മേയുന്ന പേടമാനിൻ്റെ ഇരട്ടകൾ. പകൽ തണുക്കുന്ന നിഴലുകൾ നീളുന്ന വേളയിൽ മീറാമലയിലും കുന്തിരിക്കക്കുന്നിലും ഞാൻ യഥേഷ്ടം സഞ്ചരിക്കും. എൻ്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരിയാണ്, നിന്നിൽ വികലത തെല്ലുമില്ല. ലെബനോനിൽ നിന്ന് മണവാട്ടിയായി വന്നാലും, എൻ്റെ കൂടെ ലെബനോനിൽ നിന്ന് പോന്നാലും, അമാന കൊടുമുടിയിൽ നിന്ന്, സെനീറിൻ്റെയും ഹെർമോൻ്റെയും കൊടുമുടിയിൽ നിന്ന്, സിംഹങ്ങളുടെ കുടികളിൽ നിന്ന്, പുള്ളിപ്പുലികളുടെ മലകളിൽ നിന്ന് യാത്രയായാലും, എൻ്റെ സോദരിയായ മണവാട്ടി, നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു. നിന്റെ കടാക്ഷങ്ങളിൽ ഒന്നുകൊണ്ട്, നിന്റെ കണ്ഠാഭരണങ്ങളിൽ നിന്ന് ഒരു പതക്കം കൊണ്ട് ഞാൻ തന്നെ നിന്റെ ഹൃദയത്തിൽ അകപ്പെട്ടിരിക്കുന്നു. എൻ്റെ സോദരിയായ മണവാട്ടി, നിന്റെ പ്രേമപ്രകടനങ്ങൾ എത്ര മാധുര്യമുള്ളത്! നിന്റെ പ്രേമപ്രകടനങ്ങൾ വീഞ്ഞിനേക്കാളും നിന്റെ തൈലങ്ങളുടെ സൗരഭ്യം ഏത് സുഗന്ധദ്രവ്യത്തെക്കാളും എത്രയോ ശ്രേഷ്ഠം. എൻ്റെ മണവാട്ടി, നിന്റെ അധരങ്ങൾ തേൻതുള്ളി പൊഴിക്കുന്നു. നിന്റെ നാവിനടിയിൽ തേനും പാലുമാണ്. നിന്റെ വസ്ത്രങ്ങളുടെ തൂമണം ലെബനോൻ്റെ സൗരഭ്യം പോലെയാണ്. അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരിയായ മണവാട്ടി. അടക്കിവെച്ച ഓളം, മുദ്രവെച്ച നീർപ്രവാഹം, വൈശിഷ്ട്യമാർന്ന ഫലങ്ങളോടുകൂടിയ മാതള പറുദീസയാണ് നിന്റെ ഇരുനാമ്പുകൾ. ജടാമാഞ്ചിയോടൊപ്പം മൈലാഞ്ചിയുമുണ്ട്. ജടാമാഞ്ചിയും കുങ്കുമവും വയമ്പും ഇലവങ്കവും സകലവിധ കുന്തിരിക്ക മരങ്ങളും മീറായും കറ്റാർവാഴയും ഒപ്പം എല്ലാവിധ മികച്ച സുഗന്ധദ്രവ്യങ്ങളുമുണ്ട്. ഉദ്യാനങ്ങളുടെ നീർപ്രവാഹം, ജീവജലത്തിൻ്റെ കിണർ, ലെബനോനിൽ നിന്നുള്ള നീരൊഴുക്കുകൾ. മണവാട്ടി, വടക്കൻ കാറ്റേ ഉണരുക, തെക്കൻ കാറ്റേ വരിക, എൻ്റെ ഉദ്യാനത്തിൽ വീശിയടിക്കുക, അതിൻ്റെ സുഗന്ധവസ്തുക്കൾ പരക്കട്ടെ. എൻ്റെ പ്രിയതമൻ തൻ്റെ ഉദ്യാനത്തിലേക്ക് വരട്ടെ, അതിൻ്റെ വൈശിഷ്ട്യമാർന്ന ഫലങ്ങൾ ആസ്വദിക്കട്ടെ. പ്രിയമുള്ളവരെ, 165 ദിവസത്തിലേക്ക് വചനവായന ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് ഒരാമുഖ വിവരണം ഈ സന്ദർഭത്തിൽ നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. 1 രാജാക്കന്മാർ 15 അധ്യായം മുതൽ 2 രാജാക്കന്മാർ 24 അധ്യായം വരെ സമാന്തരമായി ബൈബിൾ വിവരിക്കാൻ പോകുന്നത് ഇസ്രായേൽ രാജാക്കന്മാരുടെയും യൂദാ രാജാക്കന്മാരുടെയും ചരിത്രമാണ്. ഓരോ രാജാവിനെയും പറ്റി ബൈബിൾ വിവരിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു ഘടന ബൈബിൾ സൂക്ഷിക്കുന്നുണ്ട്. ഏതാണ്ട് 6 കാര്യങ്ങൾ ഒരു രാജാവിനെക്കുറിച്ചുള്ള വിവരണത്തിൽ ഉണ്ടാവും. 1, അയാൾ ഭരണമേറ്റ കാലം. 2, അയാളുടെ വാഴ്ചയുടെ ദൈർഘ്യം. 3, അയാൾ ദൈവദൃഷ്ടിയിൽ നല്ലവനായിരുന്നോ തിന്മ പ്രവർത്തിച്ചവനായിരുന്നോ എന്ന വിധി പ്രഖ്യാപനം. 4, ഈ രാജാവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്ന സ്രോതസ്സുകൾ. 5, അയാളുടെ മരണത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള വിവരണം. 6, ആരാണ് അയാളുടെ അനന്തരാവകാശി. ഇങ്ങനെ മൊത്തം 2 രാജ്യങ്ങളിലെ 20 രാജാക്കന്മാരുടെ ചരിത്രമാണ് ഈ പുസ്തകം വിവരിക്കാൻ പോകുന്നത്. ഇസ്രായേൽ ഭരിച്ചത് ഒറ്റ രാജവംശമായിരുന്നില്ല, 9 രാജവംശങ്ങളായിരുന്നു. ഇസ്രായേലിലെ എല്ലാ രാജാക്കന്മാരും മോശപ്പെട്ട രാജാക്കന്മാരായിരുന്നു. അതിൽ 6 രാജാക്കന്മാർ കൊല്ലപ്പെട്ടവരാണ്. യൂദാ രാജാക്കന്മാരുടെ ചരിത്രം വിവരിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട വ്യത്യാസം ഈ ഘടനയിൽ കാണാൻ പറ്റും. ഒന്നാമത്തേത്, യൂദാ രാജാക്കന്മാരുടെ പ്രായം പറയും. രണ്ടാമത്തേത്, അവരുടെ അമ്മയുടെ പേരും കൂട്ടിച്ചേർക്കും. യൂദാ രാജാക്കന്മാരുടെ പരമ്പര ഒറ്റ രാജപരമ്പരയാണ്. അത് ദാവീദിൻ്റെ വംശത്തിൽ പിറന്ന രാജാക്കന്മാരുടെ പരമ്പരയാണ്. യൂദാ രാജാക്കന്മാരെ 3 തരത്തിൽ ബൈബിൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രാജാക്കന്മാർ, നല്ല രാജാക്കന്മാർ, വളരെ മോശം രാജാവ്. ഈ രാജപരമ്പരയിൽ ദൈവപദ്ധതികൾക്ക് വിരുദ്ധമായി അത്താലിയ എന്നു പേരുള്ള ഒരു രാജ്ഞിയെയും നാം കാണുകയും ചെയ്യും. നല്ല രാജാക്കന്മാർ ആസ, യഹോഷാഫാത്ത്, യോവാഷ്, അമസിയ, ഉസിയ, യോഥാം എന്നിവരായിരുന്നു. വളരെ നല്ല രാജാക്കന്മാർ ഹെസക്കിയായും ജോസിയായും ആയിരുന്നു. വളരെ മോശപ്പെട്ട രാജാവ് മനാസെ എന്ന രാജാവായിരുന്നു. 55 വർഷമാണ് ഇയാൾ ഭരിച്ചത്. ബാബിലോൺ പ്രവാസത്തിലേക്ക് ജനം പോകുന്നതിൻ്റെ മുഖ്യമായ കാരണമായി മാറിയ
രാജാക്കന്മാരിൽ ഒരാളായിരുന്നു മനാസെ. ഇന്നത്തെ വായനയിൽ 35 വർഷം വിശ്വസ്തനായി ജീവിച്ച ആസ ഒടുവിൽ അവിശ്വസ്തനായി ദൈവത്തിൽ ആശ്രയിക്കാതെ മരിക്കുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നതിന് പകരം സിറിയ രാജാവിൽ ആശ്രയിച്ച് അദ്ദേഹം ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമാകുന്നു. തൻ്റെ മുമ്പിൽ ഏകാഗ്രതയോടെ തന്നെ ഉറ്റുനോക്കുന്ന ജനത്തിനു വേണ്ടി, തൻ്റെ മുമ്പിൽ നിഷ്കളങ്ക ഹൃദയരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിലുടനീളം പായുന്നു എന്ന പ്രവാചക സ്വരം അദ്ദേഹം ഗൗനിക്കുന്നില്ല. കാലിൽ രോഗബാധയുണ്ടായിട്ടും വൈദ്യന്മാരിലല്ലാതെ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചില്ല. ഒടുവിൽ അദ്ദേഹം മരിക്കുന്നു. ഇസ്രായേൽ രാജാക്കന്മാരുടെ വിവരണങ്ങളിൽ നാദാബ്, അദ്ദേഹം ജെറോബോവാമിൻ്റെ മകനാണ്. തുടർന്ന് ബാഷ, പിന്നീട് ഏല, സിമ്രി, ഓമ്രി ഈ രാജാക്കന്മാരുടെ വിവരണം നടത്തുന്നു. ഓമ്രി ശ്രദ്ധയാകർഷിക്കുന്ന ഒരു രാജാവാണ്. അദ്ദേഹമാണ് ഷെക്കേമിൽ നിന്ന് ഇസ്രായേലിൻ്റെ തലസ്ഥാനം സമറിയയിലേക്ക് മാറ്റുന്നത്. സമറിയ അദ്ദേഹം വില കൊടുത്തു വാങ്ങി അതിനെ തലസ്ഥാന നഗരമാക്കി മാറ്റി. വളരെ മോശപ്പെട്ട ഒരു രാജാവായിരുന്നു ഓമ്രി. മറുവശത്ത് ആസാ രാജാവിൻ്റെ മകനായ യഹോഷാഫാത്ത് യൂദായുടെ ഭരണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനവായന മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്രകാരമാണ് മനുഷ്യനിലൂടെ തകർത്ത് കളയുന്നതിനും തകിടം മറിക്കുന്നതിനും സാത്താൻ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ വളരെ വ്യക്തമായ വിവരണങ്ങളാണ് നാം വായിച്ചെടുക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ല കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. രാജാക്കന്മാരുടെ ചരിത്രം വായിക്കുന്നതിലൂടെ ഓരോ രാജാവിൻ്റെയും സ്ഥാനത്ത് ഞങ്ങളെ നിർത്തി ഞങ്ങൾ വിശ്വസ്തരായിരുന്നോ, വിശ്വസ്തരാണോ, അവിശ്വസ്തരാണോ എന്ന് അളക്കാനും വിലയിരുത്താനുമുള്ള ഒരവസരമാക്കി ഈ വായനയെ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം അനുവർത്തിച്ച് അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന രാജാക്കന്മാരെ പോലെ ദൈവിക പദ്ധതികളുടെ ബാറ്റൺ അടുത്ത തലമുറയ്ക്ക് കൈമാറി മുന്നോട്ട് അതിനെ നയിക്കാൻ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് കൃപയാലും ദൈവാശ്രയ ബോധത്താലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആസായെപ്പോലെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിന് പകരം തൻ്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ വ്യാപരിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ ഭൂമിയിലുടനീളം മിഴിപാളിക്കുന്ന അങ്ങയിലേക്ക് നോക്കാൻ, അങ്ങയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന മകനെയും മകളെയും ഇവരുടെ കുടുംബത്തെയും അവിടുന്ന് ആശീർവദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വചനവായനാ പദ്ധതിയെ പരമാവധി പ്രചരിപ്പിച്ച് ഈ സുവിശേഷ വേലയിൽ പങ്കാളികളാകണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ദിവസം കർത്താവ് വളരെ ദൈവകൃപയുള്ള അനുഗ്രഹീതമായ ഒരു ദിവസമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും നമുക്ക് അനുഗ്രഹീതമായ ഒരു ദിവസം പൂർത്തിയാക്കാം. നല്ല ദൈവം നിങ്ങളെ കൃപയിലും പ്രാർത്ഥനയിലും കാത്ത് പരിപാലിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസം അപേക്ഷിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.